ഹലോ. നാട്ടിൽ വൈറൽ ഫീവറിന് അനുബന്ധമായി വയറുവേദന, ഛർദി, വയറ്റിളക്കം എന്നിവ പതിവാവുകയാണ്. വയറിളക്കം ഷിഗല്ലയാണോ എന്ന് തിരിച്ചറിയാനും ഷിഗല്ലയാണ് എന്ന് ഉറപ്പിച്ച് പലരും ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് പലായനം ചെയ്യുകയുമാണ്. ഒന്നോർക്കുക, ഷിഗല്ല എന്ന് പറയുന്ന മൈക്രോബിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും പാനിക് ആവേണ്ട കാര്യമില്ല. ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മുൻപിൽ ഇന്ന് സിപ്രോഫ്ലോക്സാസിന് മേളിൽ ഉള്ള ഒരേ ഒരു ആൻറ്റിബയോട്ടിക് മാത്രമേ ഇതിന് വളരെ ഫലപ്രദമായിട്ട് നിലവിലുള്ളൂ. നിങ്ങൾ നിരുപാധികം ഇത് വാങ്ങി വിഴുങ്ങാനായിട്ട് വരി നിന്നാൽ ഈ ആൻറ്റിബയോട്ടിക്കിനെ കൂടി ഈ അണു അതിജീവിച്ചു കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നിൽ മറ്റൊരു അമ്പും ആ ആവനാഴിയിൽ ഇല്ലാതാവുകയാണ്. മറ്റ് ഇതര വൈദ്യശാസ്ത്ര ശാഖകളിലും ഇതിനെ ഫലപ്രദമായി നേരിടാനുള്ള ഉപായോപാധികൾ 100% ഫലപ്രദമായി ലഭ്യമാണ് എന്നുള്ളത് അറിയുക. പക്ഷേ ആരും ഈ പകർച്ചവ്യാധി കാലത്ത് പരീക്ഷണത്തിനായിട്ട് അത്തരം തട്ടകങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതാണ് മറ്റൊരു ബുദ്ധി. കാര്യം അത്തരം ചികിത്സാ രീതികൾക്ക് ട്യൂൺ ചെയ്ത ഒരു ശാരീരിക അവസ്ഥ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഒരു പക്ഷേ ഫലപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്നലെ വരെ കഴിച്ചിരുന്ന ആൻറ്റിബയോട്ടിക്കും മറ്റ് ആധുനിക വൈദ്യശാസ്ത്ര ഔഷധങ്ങളിലും വലിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് ഈ പകർച്ചവ്യാധി കാലത്ത് ഒരു തട്ടകം മാറ്റം അത് വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതാണ്. നേരെ മറിച്ച് ഇത്തരം സമാന്തര വൈദ്യശാസ്ത്രത്തിൻ്റെ തട്ടകങ്ങളിൽ സ്വാസ്ഥ്യം നേടുന്ന ആൾക്കാർ, ഇന്നലെ വരെ അതിൽ സ്വാസ്ഥ്യം നേടിയിരുന്നവർ ഇന്നും അത്തരത്തിൽ തന്നെ ചികിത്സ അവലംബിക്കുക. 100% നിങ്ങൾക്ക് ചികിത്സാ ഫലപ്രാപ്തിയും ഉണ്ടാകും. ആരും പാനിക് ആവേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇനി ഓൺ ദ കൗണ്ടർ മരുന്ന് ഷോപ്പുകളിൽ നിന്ന് ഈ വയറിളക്കത്തിന് ലോപ്രാമേഡ്, ഫുറാക്സോൺ, ലോമോട്ടിൽ മുതലായ ഒറ്റമൂലി ആധുനിക വൈദ്യങ്ങൾ വാങ്ങി വിഴുങ്ങുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. ഈ പകർച്ചവ്യാധി കാലത്ത് ഇവ കരളിനും കിഡ്നിക്കും ചില അപക്ഷയങ്ങളും അപച്യുതികളും ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. അതിനാൽ നമ്മുടെ നാട്ടിൽ ധാരാളം വൈദ്യശാസ്ത്ര വിദഗ്ധർ അവൈലബിളാണ്. അത് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഒക്കെ ചികിത്സ തേടാവുന്നതുമാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഡ്രഗുകൾ വാരി വിഴുങ്ങി കെണിയാതിരിക്കുക എന്നുള്ളതാണ് വളരെ കരുതേണ്ട ഒരു കാര്യം.